ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് എ ഹോമോജനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. സോ ഹോമോജനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്ന് പറയുമ്പോൾ കൺസ്യൂമറിന്റെ ഇൻകവും ഗുഡ്സിന്റെ പ്രൈസസും ഒരേ അളവിൽ കൂട്ടുവാണെങ്കിൽ അവിടെ കൺസ്യൂമറിന്റെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ എത്രത്തോളം യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ആണോ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി ഡിമാൻഡിന് യാതൊരു മാറ്റവും വരുന്നില്ല. അതായത് സപ്പോസ് ഒരു യൂണിറ്റ് ഓഫ് ഗുഡ് എക്സിന്റെ പ്രൈസ് 5 രൂപയും കൺസ്യൂമറിന്റെ കയ്യിൽ 10 രൂപയും ഉണ്ട്. സോ കൺസ്യൂമർ നിലവിൽ 2 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ് ആണ് മേടിക്കുന്നത്. ഇനി സപ്പോസ് കൺസ്യൂമറിന്റെ ഇൻകവും ഗുഡ് എക്സിന്റെ പ്രൈസ് ഇരട്ടിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ നിലവില് ഒരു യൂണിറ്റ് ഓഫ് ഗുഡ് എക്സിന്റെ വില 10 രൂപയും കൺസ്യൂമറിന്റെ ഇൻകം ഇപ്പം 20 രൂപയുമായിട്ട് മാറി. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും കൺസ്യൂമർ 2 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ് തന്നെയാണ് മേടിക്കുന്നത്. സോ അതിനർത്ഥം കൺസ്യൂമറിന്റെ ഇൻകവും ഗുഡ് എക്സിന്റെ പ്രൈസും ഒരേ പ്രപ്പോർഷനിൽ കൂടിയാലും കൺസ്യൂമർ എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് സെയിം ആയി തന്നെ ഇരിക്കും. സോ ഇതിനെ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയ V is equal to m² divided by 4px py. ഈ ഒരു ഇക്വേഷനെ ഒരു കോൺസ്റ്റന്റ് ആൽഫ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൽഫയെ നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ ഫാക്ടർ ഔട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒറിജിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഫംഗ്ഷൻ ഇസ് എ ഹോമോജനസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. സോ ഇവിടെ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയ V is equal to m² divided by 4px py എന്ന ഇക്വേഷനെ ആൽഫ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ m the whole square divided by ആൽഫ multiplied by 4px py എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ആൽഫ m the whole square divided by 4 multiplied by alpha px multiplied by alpha py എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്നും ആൽഫയെ ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കുമ്പോൾ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു 1 multiplied by alpha raised to 1 multiplied by m square divided by 4px py എന്ന് കിട്ടും. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ആൽഫ റേസ് ടു 1 ആൽഫ റേസ് ടു 1 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ റേസ് ടു 2 എന്ന് കിട്ടും. സോ ആൽഫ റേസ് ടു 2 ഡിവൈഡഡ് ബൈ ആൽഫ റേസ് ടു 2 1 ആണ്. അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ m square divided by 4px py എന്ന് തന്നെ കിട്ടും. അതായത് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും കിട്ടുന്നത്. ഇതിനെ വേറെ രീതിയിൽ സോൾവ് ചെയ്യുവാണെങ്കിൽ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ m സ്ക്വയർ ഡിവൈഡഡ് ബൈ 4px py എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇതിൽ ഡിനോമിനേറ്ററിലുള്ള ആൽഫ സ്ക്വയറിനെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ ആൽഫ റേസ് ടു 2 മൈനസ് 2 എന്ന് വരും. അതായത് ഡിനോമിനേറ്ററിലുള്ള ആൽഫ റേസ് ടു 2 ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് സൈൻ ആയിട്ട് മാറും. സോ ആൽഫ റേസ് ടു 2 മൈനസ് 2 ഇസ് ആൽഫ റേസ് ടു 0. സോ എനി നമ്പർ റേസ് ടു 0 ഇസ് 1. അപ്പൊ വീണ്ടും നമുക്ക് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയ m സ്ക്വയർ ഡിവൈഡഡ് ബൈ 4px py തന്നെയാണ് കിട്ടുന്നത്. Second property of indirect utility function is indirect utility function is an increasing function of income. അതിനർത്ഥം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റിയും കൂടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് ഗിവൺ ആസ് V is equal to u of x1 of p1 m, x2 p2 m. സോ ഈ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇൻകം ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചെയിൻ റൂൾ വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഡെൽ v ബൈ ഡെൽ m ഇസ് ഈക്വൽ ടു ഡെൽ u ബൈ ഡെൽ x1 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽ x1 ബൈ ഡെൽ m പ്ലസ് ഡെൽ u ബൈ ഡെൽ x2 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽ x2 ബൈ ഡെൽ m എന്ന് നമുക്ക് കിട്ടും. യൂസിംഗ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസേഷന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെൽ u ബൈ ഡെൽ x1 is equal to lambda p1 എന്നും del u by del x2 is equal to lambda p2 എന്ന് നമുക്ക് കാണാം. സോ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ യൂസിംഗ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയറിന്റെ വീഡിയോയുടെ ലിങ്ക് ഐ കാർഡിൽ ഇട്ടേക്കാം. സോ ഈ ടേംസിനെ ചെയിൻ റൂൾ വഴി ഇൻകം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് del v by del m is equal to lambda p1 multiplied by del x1 divided by del m plus lambda p2 multiplied by del x2 divided by del m എന്ന് കിട്ടും. ഇവിടെ ലാംഡ കോമൺ ആയതുകൊണ്ട് ലാംഡയെ പുറത്തെടുത്താൽ del v by del m is equal to lambda multiplied by p1 multiplied by del x1 by del m plus p2 multiplied by del x2 by del m എന്ന് കിട്ടും. ഇനി ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ആയ m is equal to p1 x1 plus p2 x2 നെ ഇൻകം വെച്ചിട്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് del m by del m is equal to p1 multiplied by del x1 divided by del m plus p2 multiplied by del x2 divided by del m എന്ന് കിട്ടും.
സോ ഈ ഇക്വേഷൻ നേരത്തെ നമ്മൾ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇൻകം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷന്റെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഇക്വേഷൻ ആയിട്ട് സിമിലർ ആണ്. അതോടൊപ്പം ഡെൽ എം ബൈ ഡെൽ എം ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ദെയർഫോർ ഇതിനെ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ 1 is equal to P1 del x1 by del m plus P2 del x2 by del m എന്ന് എഴുതാൻ പറ്റും. ഇനി 1 is equal to P1 multiplied by del x1 by del m plus P2 multiplied by del x2 by del m എന്ന ഇക്വേഷനെ del v by del m is equal to lambda multiplied by P1 multiplied by del x1 by del m plus P2 multiplied by del x2 by del m ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് del v by del m is equal to lambda എന്ന് കിട്ടും. കാരണം ഈ ഇക്വേഷൻസിൽ ലാംഡ ഒഴികെ ബാക്കി രണ്ട് ടേംസും സിമിലർ ആണ്. സോ del v by del m is equal to lambda എന്ന് കിട്ടും. ഇവിടെ ലാംഡ പോസിറ്റീവും ഒപ്പം ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രൂവ് ചെയ്യുവാണ് ദാറ്റ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് ഇൻകം. അതായത് കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റിയും കൂടുവാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നോൺ ഡിക്രീസിംഗ്. അതായത് എപ്പോഴും കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കൂടുക തന്നെ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയത്തില്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് പ്രൈസസ്. അതിനർത്ഥം ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യാനായിട്ട് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയ v is equal to u of x1 of p1 m, x2 p2 m എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു p ആണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് യൂസിംഗ് ചെയിൻ റൂൾ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് del v by del p1 is equal to del v by del x1 multiplied by del x1 by del p1 plus del v by del x2 multiplied by del x2 by del p1 എന്ന് കിട്ടും. വീണ്ടും ഇവിടെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ വഴി യൂട്ടിലിറ്റി മാക്സിമൈസേഷന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസിൽ നമ്മൾ കണ്ടിരുന്നു del v by del x1 is equal to lambda p1 and del v by del x2 is equal to lambda p2 എന്ന്. സോ ഈ ടേംസിനെ ചെയിൻ റൂൾ വഴി p1 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ del v by del p1 is equal to lambda p1 multiplied by del x1 by del p1 plus lambda p2 multiplied by del x2 by del p1 എന്ന് കിട്ടും. ഇവിടെ ലാംഡ കോമൺ ആയതുകൊണ്ട് ലാംഡേനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ del v by del p1 is equal to lambda multiplied by p1 multiplied by del x1 by del p1 plus p2 multiplied by del x2 by del p1 എന്ന് കിട്ടും. ഇനി ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ആയ m is equal to p1 x1 plus p2 x2 നെ യൂസിംഗ് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ p1 വെച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ del m by del p1 is equal to x1 multiplied by del p1 by del p1 plus p1 multiplied by del x1 by del p1 plus p2 multiplied by del x2 by del p1 എന്ന് കിട്ടും. അതായത് ഇവിടെ u vന്റെ സ്ഥാനത്ത് p1 x1 ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ del p1 by del p1 is equal to 1 ആണ്. സോ ഇതിനെ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ del m by del p1 is equal to x1 plus p1 multiplied by del x1 by del p1 plus p2 multiplied by del x2 by del p1 എന്ന് വരും. ഇവിടെ del m by del p1 equal to 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ ഈ ഇക്വേഷനെ ഈക്വൽ ടു 0 ആക്കി ഇക്വേറ്റ് ചെയ്തതിന് ശേഷം x1 നെ നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. സോ x1 നെ LHSലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് x1 is equal to p1 multiplied by del x1 by del p1 plus p2 multiplied by del x2 by del p1 എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനെ del v by del p1 is equal to lambda multiplied by p1 multiplied by del x1 by del p1 plus p2 multiplied by del x2 by del p1 എന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേമും ഈ ഇക്വേഷനിലുള്ള ടേമും ഈക്വൽ ആയിട്ട് വരും. സോ നമുക്കിവിടെ del v by del p1 is equal to മൈനസ് ലാംഡ x1 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ ഈ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു p2 ചെയിൻ റൂൾ വഴി ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് del v by del p2 is equal to മൈനസ് ലാംഡ x2 എന്ന് കിട്ടും. സോ ഇവിടെ ലാംഡയുടെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയുന്നതായിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നോൺ ഇൻക്രീസിംഗ്. അതിനർത്ഥം ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്ന അനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി എപ്പോഴും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ.
അടുത്ത പ്രോപ്പർട്ടിയാണ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് ക്വസൈ കോൺവെക്സ് ഇൻ പ്രൈസസ്. അതിനർത്ഥം രണ്ട് ഗുഡ്സിന്റെ പ്രൈസസിന്റെ ലീനിയർ കോമ്പിനേഷൻസിനെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ലോവർ യൂട്ടിലിറ്റി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്താണ് ഒരു ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ്? ആൻ ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിൽ ഗുഡ് എക്സ് ആൻഡ് വൈന്റെ പ്രൈസസ് ആണ് കാണിക്കുന്നത്. സോ അത്തരത്തിൽ ഗുഡ് എക്സ് ആൻഡ് വൈന്റെ പ്രൈസിന്റെ പല കോമ്പിനേഷൻസിനെ കാണിക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ രണ്ട് ഗുഡ്സിന്റെയും പ്രൈസസ് കൂടുവാണെങ്കിൽ കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയുവാണ് ചെയ്യുന്നത്. സോ എ ഹയർ ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ലോവർ യൂട്ടിലിറ്റി, വെയറാസ് എ ലോവർ ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടിയിലും കണ്ടു ദാറ്റ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് പ്രൈസസ്. അതിനർത്ഥം ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറഞ്ഞാണ് വരുന്നത്. സോ ഈ ഒരു ഡയഗ്രത്തില് P1 ആൻഡ് P2 പ്രൈസസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആ ലൈൻ സെഗ്മെന്റ്, ആ ഒരു ലീനിയർ കോമ്പിനേഷനിൽ വന്ന പോയിന്റ് y എന്നുള്ളത് ഒരു ലോവർ യൂട്ടിലിറ്റി ലെവൽ ആണ് കാണിക്കുന്നത്. ആ പോയിന്റ് yന് ടാൻജന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് yന് മുകളിലോട്ട് എത്ര ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ്സ് വന്നാലും അതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ലോവർ യൂട്ടിലിറ്റി ലെവൽ ആണ്. കാരണം ഓരോ ഹയർ ഇൻഡയറക്റ്റ് ഇൻഡിഫറൻസ് കർവ്സ് ഹയർ പ്രൈസസ് ആണ് കാണിക്കുന്നത്. സോ പ്രൈസ് കൂടുന്നതനുസരിച്ച് കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി കുറയുന്നതാണ് കാണിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് മൊണോട്ടോണിസിറ്റി. മൊണോട്ടോണിസിറ്റി മീൻസ് ലാർജർ ബണ്ടിൽസ് ആർ പ്രിഫേർഡ് ടു സ്മോളർ ബണ്ടിൽസ് ഓഫ് ഗുഡ്സ്. അതായത് കൺസ്യൂമർ എപ്പോഴും സ്മോളർ ബണ്ടിൽസ് ഓഫ് ഗുഡ്സിനേക്കാൾ എപ്പോഴും ലാർജർ ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഇസ് റോയ്സ് ഐഡന്റിറ്റി. റോയ്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ നിന്നും ഡയറക്ട്ലി മാർഷേലിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് X1 ആൻഡ് X2 അല്ലെങ്കിൽ ഗുഡ് X ആൻഡ് Y കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലേനെയാണ് റോയ്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സോ റോയ്സ് ഐഡന്റിറ്റി ഇസ് ഗിവൺ ആസ് XIM. അതായത് മാർഷേലിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് X1 ഓർ X2 is equal to negative derivative of indirect utility divided by derivative of price of good Xi, the whole divided by derivative of indirect utility divided by derivative of consumers income. ഇതിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് ഡെൽ വി ബൈ ഡെൽ PI the whole divided by del V by del M എന്ന് കാണിക്കാം. സോ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടുപിടിച്ചത് del V by del M is equal to lambda എന്നാണ്. അതോടൊപ്പം ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി 3 ആയ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് പ്രൈസസിൽ നമ്മൾ കണ്ടുപിടിച്ചത് del V by del P1 is equal to negative lambda X1 എന്നാണ്. സോ ഈ രണ്ട് ഇക്വേഷൻസിനെയും റോയ്സ് ഐഡന്റിറ്റിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ മാർഷേലിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് X1 is equal to negative lambda X1 divided by lambda എന്ന് കിട്ടും. ഇവിടെ ലാംഡ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഫൈനലി മാർഷേലിയൻ ഡിമാൻഡ് ഫോർ ഗുഡ് X1 is equal to negative X1 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് ആൻഡ് ഇൻകം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മാർഷേലിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഇസ് നെഗറ്റീവ്. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ വരുന്നത്.